എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സെഷൻ നമ്മൾ ചെയ്യുന്നത് നമ്മളെ അംഗൻവാടിയിലെ ഒരുപാട് ടീച്ചേഴ്സ് ഹെൽപ്പേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സെഷനാണ്. അതിലൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ സെഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിലൂടെ 28-ാം തീയതി ഫെബ്രുവരി മാസം 2026 വന്ന ഓർഡറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കൃത്യമായി ഈ ഉത്തരവ് പ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ഹോണറേറിയത്തിൽ വന്നിട്ടുള്ളത്, അത് ഏതൊക്കെ ഷെയറിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, നിലവിലെ തുക എത്രയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായി ഈ സെഷനിലൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പേഴ്സിനും ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. യഥാർത്ഥത്തിൽ അവർക്ക് മാസങ്ങളിൽ കിട്ടുന്ന ഓണറേറിയം എത്രയാണ്, അത് ഏതൊക്കെ ഷെയറിൽ നിന്നാണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമ്മൾക്ക് ഉണ്ടാവണം. അത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ഈ സെഷൻ ചെയ്യുന്നത്. ഈ ഉത്തരവ് പ്രകാരം ഒന്ന് വായിച്ച് നോക്കുക. അംഗൻവാടി വർക്കർക്ക് 4500 രൂപ, അംഗൻവാടി ഹെൽപ്പർക്ക് 2250 രൂപ എന്ന നിരക്കിലാണ് കേന്ദ്ര സർക്കാർ പ്രതിമാസം ഓണറേറിയമായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കേന്ദ്രം നിശ്ചയിച്ചിരുന്ന ഓണറേറിയത്തിൻ്റെ 60% തുക, അതായത് 2700 വർക്കർക്കും ഹെൽപ്പർക്ക് 1350 രൂപയും വരും. അത് കേന്ദ്ര സർക്കാരും 40% വിഹിതം, അതായത് വർക്കർക്ക് 1800 ഹെൽപ്പർക്ക് 900 രൂപയും സംസ്ഥാന സർക്കാരും വഹിക്കുന്നു എന്നുള്ളത് കൃത്യമായി അറിയുക. അപ്പോൾ സെൻട്രൽ ഷെയറും സ്റ്റേറ്റ് ഷെയറും എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരുന്ന ഓണറേറിയത്തിൻ്റെ 40% കൂടാതെ വർധനവ് വരുത്തിയിട്ടുള്ള സർക്കാർ വിഹിതവും തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതവും ചേർത്ത് പരാമർശപ്രകാരം 1/11/2025 മുതൽ പ്രാബല്യത്തിൽ ചുവടെ ചേർക്കുന്ന പട്ടിക അനുസരിച്ചുള്ള നിരക്കിലാണ് ഇനി അംഗൻവാടി പ്രവർത്തകർക്ക് ഓണറേറിയമായി അനുവദിച്ച് വരുന്നത്. കൃത്യമായി ആ പട്ടിക ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ആദ്യത്തെ പട്ടികയിൽ കൃത്യമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വിഭാഗം അംഗൻവാടി വർക്കറാണോ അംഗൻവാടി ഹെൽപ്പറാണോ എന്നുള്ളതാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 2 കാറ്റഗറിയാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് 10 വർഷത്തിൽ താഴെ സേവന കാലയളവുള്ളവരുടെ ഓണറേറിയം രൂപയിൽ കണക്കാക്കുന്ന സമയം 13,500 എന്നാൽ രണ്ടാമത്തെ പട്ടിക നോക്കുക. അതായത് അംഗൻവാടി വർക്കറുടെയാണ്. 10 വർഷത്തിൽ കൂടുതൽ സേവന കാലയളവുള്ളവരുടെ ഓണറേറിയം 14,000 രൂപയായിട്ടുണ്ട്. അതായത് കൃത്യമായി അറിയുക, അംഗൻവാടി വർക്കർക്ക് 10 വർഷത്തിൽ താഴെ സർവീസ് ഉള്ളവരാണെങ്കിൽ 13,500, അതേപോലെ തന്നെ 10 വർഷത്തിൽ കൂടുതൽ സേവനങ്ങളുള്ളതാണെങ്കിൽ അത് 10, 20, 30 വർഷം ഉണ്ടെങ്കിലും അവർക്ക് 14,000 രൂപ എന്നുള്ളതായിരുന്നു ആദ്യ പട്ടികയിൽ വിവരിക്കുന്നത്. അതേപോലെ തന്നെ അംഗൻവാടി ഹെൽപ്പറുടെ നോക്കുന്ന സമയത്ത് 10 വർഷത്തിൽ താഴെ സേവനമുള്ള അംഗൻവാടി ഹെൽപ്പറുടെ ഓണറേറിയം എന്ന് പറയുന്നത് 9,500. 10 വർഷത്തിൽ കൂടുതൽ സർവീസുള്ള അംഗൻവാടി ഹെൽപ്പറുടെ തുക എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ഇനി 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അംഗൻവാടി വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയത്തിൽ 1000 രൂപയുടെയും അതേപോലെ തന്നെ ഹെൽപ്പർമാരുടെ പ്രതിമാസ ഓണറേറിയത്തിൽ 500 രൂപയുടെയും വർധനവാണ് വരുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ വർധനവ് വരുത്തിക്കൊണ്ടുള്ള ചുവടെയുള്ള പട്ടിക 2 പ്രകാരമുള്ള നിരക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പട്ടിക 1 ആദ്യം വിവരിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലായിരുന്നു. അതായിരുന്നു അംഗൻവാടി വർക്കർക്ക് 13,500, 10 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ളവർക്ക് 14,000. അംഗൻവാടി ഹെൽപ്പർക്ക് വരുമ്പോൾ 9,500 എന്ന് പറയുന്നത് 10 വർഷത്തിൽ താഴെ സേവനമുള്ള ഹെൽപ്പർക്കും 10,000 കൊടുക്കുന്നത് 10 വർഷത്തിൽ കൂടുതൽ സർവീസുള്ള ഹെൽപ്പർക്കുമായിരുന്നു. എന്നാൽ പട്ടിക 2 പ്രകാരം കൃത്യമായി മനസ്സിലാക്കുക. പട്ടിക 2 നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഇത് പ്രകാരം 1/4/2026, അതായത് ഏപ്രിൽ മാസം, ഇനി വരുന്ന ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു പട്ടികയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. സംസ്ഥാനത്തെ അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും ഓണറേറിയം വിതരണം ചെയ്യുന്നതിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് ഈ പട്ടിക 2 പ്രകാരം വന്നിട്ടുള്ളത്. ഈ മാറ്റം കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇനി ഏപ്രിൽ 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്ന നമ്മളുടെ അംഗൻവാടി വർക്കറുടെയും ഹെൽപ്പറുടെയും ഓണറേറിയം തുക എത്രയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പട്ടിക 2 വളരെയധികം വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യം അംഗൻവാടി വർക്കറുടെ വിവരിക്കാം. ഇതിൽ തസ്തിക അംഗൻവാടി വർക്കറാണെന്ന് ഓൾറെഡി പറഞ്ഞു. കേന്ദ്ര വിഹിതം 60%. നിങ്ങൾക്ക് കിട്ടുന്ന ഓണറേറിയം തുകയുടെ 60% കേന്ദ്ര വിഹിതമാണ്. അതിൽ 2,700 രൂപയാണ് അംഗൻവാടി വർക്കറുടെ മാസത്തിലെ ഓണറേറിയം കേന്ദ്ര വിഹിതമായി വരുന്നത്. അതിന് ആനുപാതികമായിട്ടുള്ള സംസ്ഥാന വിഹിതം 40%. അപ്പോൾ 1,800 രൂപ വരും ആകെ. അപ്പോൾ കോളം 2 + 3, 2,700 + 1,800 എന്ന് വരുന്ന സമയം 4,500 രൂപയാണ്
സ്റ്റേറ്റ് ഷെയറും സെൻട്രൽ ഷെയറായിട്ട് കിട്ടുന്നത്. ഇനി വീണ്ടും രണ്ടാക്കി തിരിക്കുന്നുണ്ട്. 1/4/2026 മുതൽ പ്രാബല്യത്തിൽ വരുന്ന അധിക സംസ്ഥാന വിഹിതമാണ് ഇനി പറയുന്നത്. അതായത് 10 വർഷത്തിൽ താഴെ സേവന കാലയളവുള്ള അംഗൻവാടി വർക്കർക്ക് 7,800 രൂപയും 10 വർഷത്തിലധികം സേവനമുള്ള അംഗൻവാടി ടീച്ചർക്ക് 8,300 രൂപയും, ഇങ്ങനെ 2 കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇനി LSTD ഷെയർ എന്താണ്, അതായത് പഞ്ചായത്തിൻ്റെ വിഹിതമാണ് ഇനി കോളം 7 കൊടുത്തിട്ടുള്ളത് 2,200 രൂപ. അതേപോലെ തന്നെ ആകെ ഓണറേറിയം വീണ്ടും 10 വർഷത്തിൽ താഴെ സേവന കാലയളവുള്ളവർക്ക് കോളം 4, 5, 7 കൂട്ടുന്ന സമയം 14,500 വരും. 10 വർഷത്തിലധികം സേവനം കാലയളവുള്ളവർക്ക് 4, 6, 7 കൂട്ടുന്ന സമയം 15,000 രൂപയും. അതായത് 10 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള അംഗൻവാടി വർക്കർക്ക് ഏപ്രിൽ 1-ാം തീയതി മുതൽ ഇനി 15,000 രൂപയാണ് ഇനി കിട്ടുക. അതേപോലെ തന്നെ 10 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ള അംഗൻവാടി വർക്കർക്ക് ഏപ്രിൽ 1 മുതൽ 14,500 ആയിരിക്കും ഓണറേറിയം തുക. ഇനി ഹെൽപ്പറുടെ കേസിൽ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. കേന്ദ്ര വിഹിതം 60% രൂപ തന്നെയാണ് അംഗൻവാടി ഹെൽപ്പർക്ക് 1,350 രൂപയും. അതിന് ആനുപാതികമായിട്ടുള്ള സംസ്ഥാന വിഹിതം 40% വരുന്ന സമയം ഹെൽപ്പർക്ക് 900 രൂപയും. അങ്ങനെ ആകെ കോളം 2+3 കൂട്ടുന്ന സമയം 2,250 രൂപയായിരിക്കും. വീണ്ടും 1/4 മുതൽ ഇനി പ്രാബല്യത്തിൽ വരുന്ന തുക എന്ന് പറയുന്നത് അംഗൻവാടി ഹെൽപ്പർക്ക് താഴെ മാത്രം സേവനമുള്ള അംഗൻവാടി ഹെൽപ്പർക്ക് 6,300ഉം 10 വർഷത്തിൽ കൂടുതൽ സേവനമുള്ള ഹെൽപ്പർക്ക് 6,800 രൂപയുമാണ്. ഇനി LSTD വിഹിതം, പഞ്ചായത്ത് വിഹിതം എത്രയാണ് അംഗൻവാടി ഹെൽപ്പറുടെ എന്നുള്ളത് കൃത്യമായി അറിയുക. 1,450 രൂപയാണ്. ഇത് കൂടാതെ ഇനി ആകെ ഓണറേറിയം എത്രയാണ് എന്നുള്ളത് കൃത്യമായി അറിയുക. 10 വർഷത്തിൽ താഴെ സേവന കാലയളവുള്ള അംഗൻവാടി ഹെൽപ്പറുടെ കോളം 4 + 5 + 7 കൂടെ കണക്കാക്കുന്ന സമയം 10,000 രൂപയാണ് അംഗൻവാടി ഹെൽപ്പർക്ക് 1/4/2026 മുതൽ ഓണറേറിയം തുകയായി കിട്ടുന്നത്. 10 വർഷത്തിലധികം സേവന കാലയളവുള്ളവർക്ക് നമ്മുടെ അംഗൻവാടി ഹെൽപ്പർക്ക് കിട്ടുന്ന തുക കോളം 4, 6, 7 കൂട്ടുന്ന സമയം 10,500 മാറി വരും. ഇതാണ് പുതിയ ഓണറേറിയം തുകയുടെ ഉത്തരവ്. കൃത്യമായി കാര്യങ്ങൾ അറിയുക. ഇനി നിങ്ങളുടെ ഓണറേറിയത്തിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് കിട്ടുന്നതെന്നും അതിൻ്റെ വിഹിതങ്ങൾ എങ്ങനെയാണെന്നും എല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്കറിയാം, തുക കിട്ടുന്ന സമയം നമ്മൾ അധ്വാനിച്ചതിൻ്റെ ഓണറേറിയം തുകയായിട്ടാണ് കിട്ടുന്നത്. അതൊക്കെ ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഷെയറിലാണ് കിട്ടുന്നത് എന്നുള്ളത് കൂടി നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം റെഫറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി അറിഞ്ഞിരിക്കുക. താങ്ക്